future managers, welcome to our channel MBA Chaser. So നമ്മൾ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 7ാമത്തെ വീഡിയോയിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കേറ്റ് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ദി പ്രൈസ് ഓഫ് എൻ പ്രഷ്യസ് സ്റ്റോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി വെയ്റ്റ്. അപ്പോൾ നമുക്ക് എഴുതാം, പ്രൈസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെയ്റ്റ് എന്ന് ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും എഴുതി വെക്കുക. എന്നാൽ അത് മണ്ടത്തരമാണ്. സ്ക്വയർ ഓഫ് ദി വെയ്റ്റ് എന്ന് പറയുമ്പം വെയ്റ്റിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയറിൻ്റെ വെയ്റ്റ് ആണ് ബ്രാക്കറ്റിലിട്ട്. സീത ഹാസ് ആൻ പ്രഷ്യസ് സ്റ്റോൺ വെയ്റ്റഡ് 18 യൂണിറ്റ്സ്. അപ്പോൾ സീതയുടെ സ്റ്റോണിൻ്റെ വെയ്റ്റ് എത്ര? 18 യൂണിറ്റ്സ് ആണ്. ഇഫ് ഷീ ബ്രാക്ക് ഇറ്റ് ഇൻ ടു 4 പീസസ് വിത്ത് ഈച്ച് പീസ് ഹാവിങ് ആൻ ഡിസ്റ്റിൻറ്റ് ഇൻഡിജർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ, ഇൻഡിജർ എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? നമ്മുടെ നെഗറ്റീവും സീറോയും പോസിറ്റീവ് വാല്യൂസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഇൻഡിജർ. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് നെഗറ്റീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അത് വെയിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മൈനസ് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതൊരു ഇൻഡിജർ ആയതുകൊണ്ട് നമുക്ക് പോയിൻറ്റ്സ് എടുക്കാൻ പറ്റില്ല, ഡെസിമൽസ് എടുക്കാൻ പറ്റില്ല. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കേ. ദെൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയസ്റ്റ് ആൻഡ് ദി ലോവസ്റ്റ് പോസിബിൾ വാല്യൂസ് ഓഫ് ആൻ ടോട്ടൽ പ്രൈസ് ഓഫ് ദി 4 പീസസ് വിൽ ബി 2,88,000 എന്നാണ്. അപ്പം നമ്മുടെ ഹയസ്റ്റും ലോവസ്റ്റും ആയിട്ടുള്ള പോസിബിൾ വാല്യൂസ് ആണ്. അപ്പം നമ്മൾ ആ ലോവസ്റ്റ് പോസിബിൾ വാല്യൂവും ഹയസ്റ്റ് പോസിബിൾ നമുക്കൊന്ന് എടുക്കാം അല്ലേ? അപ്പോൾ അതിനൊന്ന് ലൈൻ വരും. അപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം. അപ്പം നമ്മൾ എന്തോന്നാണ്? 18 യൂണിറ്റ്സ് ആണ് നമ്മുടെ വെയിറ്റ് അല്ലേ? അതുപോലെ തന്നെ പ്രൈസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെയ്റ്റിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡബ്ല്യു സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എന്ന് പറയുമ്പോൾ കെ എന്തോന്നാണ്? നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പണ്ടത്തെ ക്ലാസ് തൊട്ടേ പഠിക്കണതാണ്. നമ്മുടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട്. ഡബ്ല്യു സ്ക്വയർ എന്ന് വെച്ച് നമ്മൾ എഴുതിയത് എന്തോന്നാണ്ടാ? നമ്മളെ വെയിറ്റിനാണ് നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 18 യൂണിറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം 4 എണ്ണത്തിനാണ്. 4 പീസായിട്ട് മുറിച്ചിട്ട് ഇരിക്കുകയല്ലേ? 4 പീസാക്കുകയാണ് നമ്മൾ. 4 പീസാക്കി. അപ്പം അതിൻ്റെ അടുത്ത് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് വാല്യൂസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ വലിയ വാല്യൂസ് അടുത്തടുത്ത് കിടക്കുമ്പോഴാണ് നമുക്ക് ലോവസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എന്തോന്ന് ഓർക്കണം? നമ്മുടെ 18നെ 4 മുറിച്ച് എത്ര ഇട്ടോടാ? 4.5 എന്ന് കിട്ടും. 4.5 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഓരോന്നിന് അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റിൻ്റ് എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ വാല്യൂസ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഓരോ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ 4.5ൻ്റെ ഇടയ്ക്ക് അടുത്തടുത്തുള്ള ആരൊക്കെയാണ് 4ഉം 5ഉം എടുക്കാൻ പോകുന്നത്. അപ്പോൾ 4ഉം 5ഉം എടുത്ത് ഞാൻ ആദ്യം നടുക്ക് എഴുതി. അപ്പോൾ 4 + 5 എത്ര? 9. അടുത്ത് ഇനി 9 എണ്ണം വേണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള അതായത് 3 എഴുതാം. 3 + എത്ര ചെയ്താലാണ് 9 കിട്ടണത്? 6. മനസ്സിലായ? സോ അടുത്ത് നമുക്ക് ഹയസ്റ്റ് പോസിബിലിറ്റി എടുക്കാം. 18 യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ ഇങ്ങനെയാണ് പൊതുവെ എടുക്കുന്നത്. നമ്മുടെ ചെറിയ നമ്പേഴ്സ് ആദ്യം എഴുതുക. 1, 2, 3. ഇത് 3ഉം കൂടി കൂട്ടിയാൽ നമുക്കൊരു വലിയ വാല്യൂ അപ്പുറത്ത് കിട്ടില്ല. അപ്പോൾ ഇതിനെ കാട്ടി ഏറ്റവും വലിയ വാല്യൂ അല്ലേ? ഇതിനെ കാട്ടി വലിയ വാല്യൂ ആയിരിക്കില്ല ഇപ്പുറത്ത് കിട്ടണം. 2 + 1 എത്ര? 3 + 1 3 എത്ര? 6. 18 ൽ 6 കുറച്ചാൽ 12. മനസ്സിലായ? ഇത്ര ഈസിയാണ്. സോ ഇത് നമുക്ക് പോസിബിൾ. പക്ഷേ നമ്മളടുത്ത് എന്തോന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഇത് നമ്മളെ വെയിറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ക്വസ്റ്റ്യനിൽ എന്തോന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോസിബിൾ വാല്യൂസ് ഓഫ് ആൻ ടോട്ടൽ പ്രൈസ്. എന്തോന്നാണ്? ടോട്ടൽ പ്രൈസ് ആണ്. മനസ്സിലായ? അപ്പം നമ്മൾ ആ വെയിറ്റ് ഉണ്ടെങ്കിൽ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ സ്ക്വയർ അല്ലേ? 3² കെ അല്ലേ? അതെല്ലാം കൂടി കൂട്ടുമ്പോഴല്ലടാ നമുക്ക് എന്തോന്ന് കിട്ടുന്നത്? ഇതിൻ്റെ ടോട്ടൽ പോസിബിൾ നമ്പർ വാല്യൂ ഓഫ് എൻ ടോട്ടൽ പ്രൈസ് എന്ന് കിട്ടുന്നത്. അല്ല സോറി, ലോവസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എൻ ടോട്ടൽ പ്രൈസ് കിട്ടുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇതിനെ കൂട്ടുകയാണ്. അപ്പം ഇതൊരു വെയിറ്റ് ആണ്. ഇതൊരു വെയിറ്റ് ആണ്. ഈ വെയിറ്റിൻ്റെ നമ്മൾ സ്ക്വയർ ആണ് അടുത്ത് വീണ്ടും 4² + കെ + 5² + കെ 5² ഇൻറ്റു കെ + 6² ഇൻറ്റു കെ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇങ്ങനെ 9 + 16 കെ + 25 കെ + 36 കെ എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 25 27 86 25 50 50 86. സോ അതേപോലെ തന്നെ ഇവിടെ 1ൻ്റെ സ്ക്വയർ കെ
പ്ലസ് 2 സ്ക്വയർ കെ പ്ലസ് 3 സ്ക്വയർ കെ പ്ലസ് 12 സ്ക്വയർ കെ അല്ലേ? ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1k പ്ലസ് 4k പ്ലസ് 9k പ്ലസ് 144k എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടുമ്പോൾ 5 14 158k എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ഡിഫറൻസ് അല്ലേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്? 2,88,000 എന്ന് നമ്മളടുത്ത് തന്നിട്ടുള്ളത്, 2,88,000 നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പോൾ എത്ര കിട്ടും? നമുക്കൊരു ഒരു പച്ച കളറാണ്. 158 86k കുറയ്ക്കുമ്പം കെ കിട്ടുമല്ലേ? കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72k എന്ന് കിട്ടും. ഓക്കെ, 72k എന്ന് നമുക്ക് കിട്ടി. 72k എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് എന്തോന്നാണ്? 72k എന്ന് പറഞ്ഞാൽ നമ്മളെ 2,88,000 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2,88,000 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കെ 72 288 എത്ര വട്ടം പോവും? 4 വട്ടം. അപ്പം 4000 ആണ് നമ്മളെ കെയുടെ വാല്യൂ. അപ്പം നമ്മളെ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി എത്ര? 4000 ആണ്. അപ്പം നമ്മളെ പ്രൈസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു W സ്ക്വയർ എന്ന് പറയുമ്പോൾ വെയിറ്റിൻ്റെ സ്ക്വയർ. വെയിറ്റ് എത്രയാണ്? ടോട്ടൽ വെയിറ്റ് 18 ആണ്. അപ്പം 18 സ്ക്വയർ ഇൻറ്റു 4000. അപ്പം 18 സ്ക്വയർ എത്രയാണ്? 324 ഇൻറ്റു 4000. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ നോക്കണം. 4 ഇൻറ്റു 3 എത്ര? 12. സോ 12ൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. സോ ഇവിടെ ഇതാണ്. അത് ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. 324 ഇൻറ്റു 4 അപ്പോൾ എത്രയാണ്? 12 2 0. സോ എത്ര? 8 0 16 എന്ന് പറയുക. അതിന് 6 9 2 1. ചെറിയ ചെറിയ കാൽക്കുലേഷൻസിന് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പോകരുത്, നിങ്ങൾ കൈകൊണ്ട് തന്നെ ചെയ്യണം. സോ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെക്കുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.